ടൂറിസ്റ്റ് ബസ് വ്യവസായത്തിലുള്ള കുറച്ച് പ്രശ്നങ്ങളെക്കുറിച്ചിട്ടും ഇപ്പോഴത്തെ അവസ്ഥകളെക്കുറിച്ചിട്ടും നമ്മുടെ കിഷോർ ട്രാവൽസിൻ്റെ ഓണർ കിഷോർ സംസാരിക്കുന്നു. ഒന്ന് കേട്ടു നോക്കൂ. നമസ്കാരം. എന്താ പേര്? എൻ്റെ പേര് കിഷോർ. കിഷോർ അല്ലേ? ചേട്ടന്റെ പേരാണ് അപ്പൊ വണ്ടിക്ക്? അതെ അതെ അതെ. അച്ഛനായിട്ട് തുടങ്ങിയ പ്രസ്ഥാനമാണ്. ഓ അതെ. എത്ര വർഷമായി ഞങ്ങൾ ഇതില് ടൂറിസ്റ്റ് മേഖലയിൽ ഇത് 25ാമത്തെ വർഷമാണ്. അപ്പോൾ 25ാമത്തെ വർഷം അതിൻ്റെതായിട്ടുള്ളൊരു സെലിബ്രേറ്റ് ചെയ്യുന്ന രൂപത്തിൽ അതിൻ്റെ ഒരു സെലിബ്രേഷനാണ് ഞങ്ങൾ പിന്നെ ഭാരത് ബെൻസിൻ്റെ ഗ്ലൈഡർ എന്നുള്ളൊരു കൺസെപ്റ്റിലേക്ക് വന്നത്. അതും സ്ലൈഡിങ് ഗ്ലാസ്. അതെ, ഇത് കേരളത്തിലെ തന്നെ ആദ്യത്തെ വണ്ടിയാണല്ലേ? സ്ലൈഡിങ് ഗ്ലാസ്സിൽ ഗ്ലൈഡർ വണ്ടിയിൽ ആദ്യത്തെ വണ്ടി നമ്മുടെയാണ്, കേരളത്തിൽ ഫസ്റ്റ് വണ്ടി. അതെ. ഇത് ശരിക്കും പറഞ്ഞാൽ ഇത് കുറേ പേർക്ക് ഉപകാരപ്പെടും അപ്പോൾ അല്ലേ? തീർച്ചയായിട്ടും. കാരണം ഈ ഗ്ലൈഡർ എന്ന് പറഞ്ഞ വാഹനം വന്നിട്ടുള്ളത് എല്ലാം ഫിക്സഡ് ഗ്ലാസ്സിലാണ്. അതിൽ നമുക്കൊരു യാത്ര ചെയ്യണമെന്ന് തോന്നുകയാണെങ്കിൽ അത് ഫിക്സഡ് ഗ്ലാസ് AC യാത്ര മാത്രമേ പറ്റുള്ളൂ. അതിന് നല്ല റേറ്റുമാണ്. കാരണം ആ വാഹനങ്ങൾക്ക് അധികം ഇല്ലാത്തത് കൊണ്ട് പബ്ലിസിറ്റി അധികം, അതായത് കൂടുതലും പരക്കെ വാഹനങ്ങളില്ല. അപ്പോൾ പ്രകാശിൻ്റെ ആണ് വാഹനങ്ങൾ എന്നുണ്ടെങ്കിൽ എവിടെ നോക്കിയാലും ഓരോ 5 കിലോമീറ്ററിനും 10 വാഹനം ഉണ്ടാവും. എന്നാൽ ഭാരത് ബെൻസിൻ്റെ MGയുടെ ബോഡിയിൽ വരുന്ന വാഹനങ്ങൾ വളരെ റെയറാണ്. ചിലപ്പോൾ 50 കിലോമീറ്റർ പോയാൽ ഒരെണ്ണേ ഉണ്ടാവുള്ളൂ, ചിലപ്പോൾ 2 എണ്ണം. അപ്പോൾ അങ്ങനത്തെ വാഹനങ്ങൾക്ക് ഒരുപാട് റേറ്റും മേടിക്കുന്നുണ്ട് അവർ. അപ്പോൾ ഞാനിതിലേക്ക് സ്ലൈഡിങ് ഗ്ലാസ് എന്ന് ഉദ്ദേശിച്ചത് സാധാരണപ്പെട്ട ഒരാൾ, സാധാരണ നാട്ടുമ്പുറത്തുകാർക്ക് ഇതിൻ്റെ യാത്രാസുഖം എന്താണെന്ന് അവർക്ക് അറിയണം. അവർക്ക് സ്ലൈഡിങ് ഗ്ലാസ് ആണെന്നുണ്ടെങ്കിൽ വലിയ വ്യത്യാസം, അതായത് പ്രകാശിൻ്റെയും ഇതും തമ്മിൽ വലിയ വാടകയിൽ വ്യത്യാസം വരില്ല. അതിൽ AC കൂടി ഉണ്ട്. അപ്പോൾ സ്ലൈഡിങ് ഗ്ലാസ്സിൽ ആണെന്നുണ്ടെങ്കിൽ സാധാരണക്കാർക്കും ഇത് യാത്ര ചെയ്യാൻ ചെറിയ പൈസയ്ക്ക് യാത്ര ചെയ്യാം. സാധാരണക്കാർക്ക് ചെറിയ പൈസ, അതായത് പ്രകാശിൻ്റെ ബസ്സിൽ യാത്ര ചെയ്യുന്ന അതേ നിരക്കിൽ തന്നെ ഇതിൽ യാത്ര ചെയ്യാൻ കഴിയും. അതാണ് ഇതിൻ്റെ മെയിൻ. പിന്നെ ഇതിൽ യാത്രാസുഖം എന്താണെന്നുള്ളത് ഞാൻ പറയേണ്ട കാര്യമില്ല, ഈ വാഹനത്തെക്കുറിച്ച് അറിയുന്നവർക്ക് അറിയാം. ഇതിൽ ശരിക്കും ഒരിക്കലും അപ്പോൾ ഇതിങ്ങനെ കയറി തുടങ്ങിയപ്പോൾ ഈ ടൈപ്പ് വണ്ടി യൂസ് ചെയ്യില്ല. ഇങ്ങനത്തെ വാഹനം ഉപയോഗിച്ചാൽ ഇതിൽ യാത്ര ചെയ്തിട്ടുള്ള ആള് ഒരു കാരണവശാലും പിന്നീട് വേറൊരു വാഹനം ഉപയോഗിക്കില്ല. കാരണം ഇതിന്റെ യാത്രാസുഖം അത്രയും കംഫർട്ടബിൾ ആണ്. ഞാൻ ഏകദേശം ആഴ്ചയിൽ 2 തവണ ബാംഗ്ലൂർ പോകുന്ന ആളാണ്, ആഴ്ചയിൽ 2 തവണ. അപ്പൊ എനിക്ക് ടെക്സ്റ്റൈൽ ഫീൽഡൊക്കെ ഉണ്ട്. അപ്പൊ അതിന്റെ പർച്ചേസും യാത്ര ചെയ്യാറുണ്ട്. ഞാൻ എല്ലാ തവണയും യാത്രയ്ക്ക് ഉപയോഗിക്കുക MGയുടെ വാഹനങ്ങളാണ്. MGയുടെ ഗ്ലൈഡർ മാത്രമല്ല, പലതരത്തിലുള്ള വാഹനങ്ങളും. MG വാഹനങ്ങളും ഭാരത് ബെൻസാണ് കൂടുതൽ. കാരണം യാത്രാ കംഫർട്ട് കൂടുതലുള്ള വാഹനം അതാണ്. പ്രകാശ്, ലൈലൻഡ് അതിനെ വെച്ച് ഒരുപാട് മാറ്റമാണ് ഈ ഗ്ലൈഡറും ഭാരത് ബെൻസ് എന്നൊക്കെ പറയുന്ന ആ ഒരു നല്ലൊരു വ്യത്യാസമുണ്ട്. യാത്രാ സുഖത്തിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. പിന്നെ ടെക്സ്റ്റൈൽസ് ഒക്കെ ഉണ്ട് തിരുവില്ലാമലയിൽ ടെക്സ്റ്റൈൽ ഉണ്ട്. ഞാൻ പിന്നെ ടെക്സ്റ്റൈൽ ഫീൽഡിൽ തന്നെ ഏകദേശം ഒരു 30 വർഷത്തിൽ കൂടുതൽ എക്സ്പീരിയൻസ് ഉള്ള ആളാണ്. സ്ഥലം ശരിക്കും തിരുവില്ലാമല തന്നെയാണ്. പ്രോപ്പർ ജനിച്ചു വളർന്നത് തിരുവില്ലാമല തന്നെ. അപ്പൊ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞതിൽ ഒരുപാട് താങ്ക്സ് ഉണ്ട്. പിന്നെ ഇതൊക്കെ മകൻ, ഇത് മകൻ അല്ലേ? എന്താ പേര്? അതുൽ കിഷോർ. എന്ത് ചെയ്യണു? ഞാൻ പഠിക്കുന്നു +2. എത്ര മക്കളാ ചേട്ടന്? എനിക്ക് 2 മക്കള്. ഒരാൾ മറൈൻ എഞ്ചിനീയറിംഗിന് പഠിക്കുന്നു, ആള് മദ്രാസിലാണ്, അമറ്റ് യൂണിവേഴ്സിറ്റിയിൽ 3rd ഇയർ പഠിച്ചുകൊണ്ടിരിക്കുക. ശരിക്കും ഒരു കാര്യം ചോദിക്കട്ടെ, ഇപ്പൊ വണ്ടി ഫീൽഡിൽ എങ്ങനെയുണ്ട്? ശരിക്കും ഇത്രയും വർഷത്തെ ഒരു എക്സ്പീരിയൻസ് ഉള്ള ആളല്ലേ, അതുകൊണ്ടാണ് ചോദിച്ചത്. വണ്ടി ഫീൽഡ് എന്ന് പറഞ്ഞാൽ ശരിക്കും ഇത് വണ്ടിയോടുള്ള ഒരു സ്നേഹം കൊണ്ട് എടുക്കുന്നതാണ്. അല്ലാണ്ട് ഇതിൽ ഒരുപാട് സമ്പാദിക്കാന്ന് പറഞ്ഞ ഒരാൾ ഈ ഫീൽഡിൽ വരരുത്. ഒരിക്കലും വാഹനത്തിന്റെ അടവ് വരെ അടച്ചു പോകാനുള്ള പൈസ വാഹനത്തിന് കിട്ടില്ല. പിന്നെ ഇത് എന്തുകൊണ്ടാണ് എടുക്കണമെന്ന് ചോദിക്കണം. കള്ളു കുടിക്കണവൻ്റെ അടുത്ത് എന്തിനാ കള്ളു കുടിക്കണമെന്ന് ചോദിച്ചാൽ വല്ല മറുപടി ഉണ്ടാവുക? കൃത്യമായൊരു മറുപടി ഉണ്ടാവില്ല. കാരണം അവർക്ക് ഒരു ടെൻഡൻസിയാണ് അവർ സമയം എന്ന പോലെ. ഞങ്ങൾ വർഷാവർഷം പുതിയ വണ്ടികൾ എടുക്കും, എല്ലാ വർഷവും എടുക്കും. അപ്പൊ ഇതെന്താ വെച്ചാൽ ഇതൊരു ക്രൈസാണ്, വാഹനത്തോടുള്ള ഒരു ക്രൈസ്. ഇന്നത്തെ കേരളത്തിലെ നിയമം വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ വാഹനം എന്ന് പറഞ്ഞ ഒരു സംഭവം മനസ്സിൽ പോലും ഒരാൾ വിചാരിക്കില്ല. അത്രയും കഴുത്തിൽ പിടിക്കുന്ന രീതിക്കുള്ള നിയമങ്ങളാണ്. ഒരു മനുഷ്യന് കഴുത്ത് പിടിച്ച് ഞെരിക്കുന്ന രൂപത്തിലുള്ള നിയമം. പിന്നെ എന്തുകൊണ്ട് ഇത്രയും ജനങ്ങൾ ഇതിലേക്ക് വരുന്നെന്ന് വെച്ചാൽ ആ വണ്ടിയോടുള്ള ഒരു സ്നേഹം, ടൂറിസ്റ്റ് വാഹനത്തിനോടുള്ള സ്നേഹം. വണ്ടിയോട് മാത്രമുള്ള ക്രൈസ് അല്ല, ടൂറിസ്റ്റ് വാഹനം. ഇപ്പൊ എനിക്ക് റൂട്ട് ബസ് ഉണ്ടായിരുന്നു, ഞാനത് ഒഴിവാക്കി. ഇല്ല, വണ്ടി ഉണ്ടായിരുന്നു, ഞാൻ ഒഴിവാക്കി. റൂട്ട് ബസ് എങ്ങനെയാ വെച്ചാൽ റൂട്ട് ബസ് ലാഭകരമല്ല. ടൂറിസ്റ്റിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ടൂറിസ്റ്റിനേക്കാളും എന്നാലും ഒരു 25% ലാഭമുണ്ട് താനും. ശരിക്കും ടൂറിസ്റ്റും റൂട്ട് ബസ്സും നോക്കുമ്പോൾ ഏതാ നല്ലത്? ലാഭം കിട്ടുക റൂട്ട് ബസ്, നല്ല പെർമിറ്റ് ഒക്കെ ഉള്ള വണ്ടികളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ലാഭം റൂട്ട് ബസ്സിന് കിട്ടും. കാരണം എന്നും വരുമാനമാണ്. ഇത് വരുമാനം എന്നും ഇല്ല. ഇത് കുറച്ച് നിശ്ചിതമായിട്ടുള്ള ചില കാലയളവിൽ മാത്രം സീസൺ ആയിട്ടുള്ള ചില സമയങ്ങളുണ്ട്. ഉദാഹരണത്തിന്
നമ്മുടെ സ്കൂളിൽ കുട്ടികളുടെ ടൂറുകൾ, സ്കൂളിൽ നിന്ന് പോകുന്ന സമയങ്ങൾ, ഓണം കഴിഞ്ഞ ഒരു 2 നവംബർ, ഏകദേശം ഒരു സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ഡിസംബർ, അത് കഴിഞ്ഞ് ജനുവരി, ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ, മെയ് വരെ. മെയ് കഴിഞ്ഞ് ജൂൺ, ജൂലൈ, ഓഗസ്റ്റ് മാസം ഫുൾ ഓഫ്. അങ്ങനെയുള്ള കാലങ്ങളിലൊക്കെ തീരെ ഓട്ടം ഉണ്ടാവില്ല. അപ്പോൾ പിന്നെ ഇതിൽ ജോലിക്ക് വരുന്നവരും അതേപോലെയാണ്. വാഹനത്തിനോടുള്ളൊരു സ്നേഹം കാരണം വരികയാണ്. അല്ലാണ്ട് ഇതിൽ കിട്ടിയിട്ട് അവർക്ക് ശരിക്കും പറഞ്ഞാൽ മാന്യമായിട്ട് കുടുംബം കഴിയാനുള്ള പൈസ അവർക്ക് ഇതിൽ കിട്ടാറില്ല. അപ്പോൾ ഇതൊക്കെ ഈ വണ്ടിയോടുള്ളൊരു ഒരു സ്നേഹത്തിൻ്റെ മുകളിൽ വരികയാണ് എല്ലാവരും. ഒരു വാഹനം മേടിച്ച ആളാണെങ്കിലും അതുപോലെ അതിൽ ജോലിക്ക് നിൽക്കുന്നവരായാലും ഈ വാഹനത്തിനോടുള്ള സ്നേഹം അതിന് മാത്രമാണ് ഇത് കൊണ്ടു നടക്കുന്നത്. ഒരു ഉടമസ്ഥനായാലും ഇപ്പം ഞാനൊക്കെ അടവടച്ച് പോകുന്നത് വണ്ടികൾ ഓടിയിട്ടൊന്നും അല്ല കേട്ടോ. എന്നെ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം കൂടെ അഡ്ജസ്റ്റ് ചെയ്ത് അങ്ങനെ പോവുകയാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ അറിഞ്ഞുകൊണ്ട് എന്തിനാ പിന്നെ വാഹനം? തുണിയുടെ ബിസിനസ് ലാഭമാണോ? അത് ലാഭമാണല്ലോ, അതുകൊണ്ടാണല്ലോ മുന്നോട്ട് പോകുന്നത്. തുണിയുടെ ബിസിനസ് ലാഭം തന്നെയാണ്, ഒരു സംശയം വേണ്ട. ആരെങ്കിലും നഷ്ടമെന്ന് പറഞ്ഞാൽ അവർക്ക് അതിനെക്കുറിച്ച് അറിവില്ലായ്മ കൊണ്ടാണ് നഷ്ടത്തിലേക്ക് പോയിട്ടുള്ളത്. പിന്നെ വാഹന ഫീൽഡ് നഷ്ടമാണോ ചോദിച്ചാൽ ലാഭമില്ല എന്ന് ഞാൻ പറഞ്ഞുള്ളൂ. 100% നഷ്ടമാണെന്ന് ഞാൻ പറഞ്ഞില്ല. നമ്മൾ ഇത്രയും ഇൻവെസ്റ്റ്മെന്റ് ചെയ്തു, 1 കോടിയുടെ അടുത്ത് വിലയാണ് ഈ വാഹനം. ഈ 1 കോടി റുപ്യ മുടക്കിയിട്ട് ഇതിന്റെ ഒരു ഇൻകം അതൊന്ന് കിട്ടുമെന്ന് ചോദിച്ചാൽ ഒരിക്കലും കിട്ടില്ല. പിന്നെ കുറേ കഴിയുമ്പോൾ അടവുകളും കാര്യങ്ങളൊക്കെ അടഞ്ഞടഞ്ഞ് അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് പോകുമ്പോൾ നമുക്ക് ലാസ്റ്റ് ഒരു 10 കൊല്ലം കഴിഞ്ഞ് നോക്കുമ്പോൾ ഒരു ബാലൻസ് ആയിട്ട് നിൽക്കുന്നത് നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റ് കഴിച്ച് ആ വാഹനത്തിൽ നമ്മൾ ഇന്നൊരാൾക്ക് റീസെയിൽ ചെയ്യുമ്പോൾ അതിൻ്റെ മുകളിൽ കിട്ടുന്ന ഒരു ചെറിയൊരു ഫണ്ടാണ് അതിൻ്റെ ഒരു ചെറിയൊരു ലാഭം എന്ന് പറയുന്നത്. പക്ഷെ ഒരിക്കലും ആ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ 10 ഒരു അംശം പോലും ആവില്ല. മെയിനായിട്ടുള്ള പ്രശ്നം നമ്മുടെ നിയമങ്ങളാണ്. കേരളത്തിലെ നിയമങ്ങൾ ഭയങ്കര കർശനമായിട്ടുള്ള നിയമങ്ങൾ, വളരെ നല്ലത് തന്നെ. പക്ഷേ കുറേ കാര്യങ്ങൾ ഇതിന് മൂലം കിട്ടുന്ന വരുമാനം ഗവൺമെൻറ്റിന് ഏറ്റവും വലിയൊരു സംഖ്യയാണ്. എന്നാൽ ഗവൺമെൻറ്റിന് ഏറ്റവും കൂടുതൽ മോശമായിട്ട് താഴ്ത്തി കെട്ടുന്ന രൂപത്തിലുള്ള കാര്യങ്ങൾ നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഈ ഒരു വാഹനം വെള്ള കളറിലാണോ നന്നായിരിക്കുക, കളറിലാണോ നന്നായിരിക്കുക? കളറായി എന്ന് പറഞ്ഞത് വെറുതെ പറയാണ് സാറേ. കളർ എന്ന് പറഞ്ഞാൽ ആ കളർ എങ്ങനെയാണെന്നുള്ള അതിന് കുറേ നിബന്ധനകളുണ്ട്. അവർ പറയുന്നത് അഡ്വർടൈസ്മെന്റ്, പരസ്യത്തിന്റെ ഓരോ സെന്റിമീറ്ററിന് പൈസ അടച്ചിട്ട് നിങ്ങൾക്ക് കളറാക്കാം. അല്ലാതെ ഫ്രീ ആയിട്ട് സാധാരണ ഈ വണ്ടി രജിസ്റ്റർ ചെയ്യും പോലെ കളർ വണ്ടി രജിസ്റ്റർ ചെയ്യാൻ പറ്റുമോ? ഞാൻ ഈ വണ്ടി 1.5 മാസമായി ആവുമെന്ന് പ്രതീക്ഷിച്ചിട്ട് ഇറക്കാണ്ട് നിർത്തിയ വണ്ടിയാണ്. 1.5 മാസമായി വണ്ടി പണി കഴിഞ്ഞ് MGയിൽ നിൽക്കുക. കളർ ഇന്നാവും നാളെ ആവും. കോൺഗ്രസ് ഭരണത്തിൽ കയറിയല്ലോ. ചിലപ്പോൾ ഒരു 10 ദിവസത്തിൽ അതാവും, ചിലപ്പോൾ മന്ത്രിസഭ വന്ന 15 ദിവസത്തിലാവും. ഇങ്ങനെ ഞാൻ 1 മാസം 1.5 മാസം ഞാൻ വെയിറ്റ് ചെയ്തു. പിന്നെ ഇവരുടെ കൃത്യമായിട്ട് ഇവർ പറയുന്നില്ല നിങ്ങൾ കളർ അടിച്ചോളൂ, എക്സ്ട്രാ പേയ്മെന്റ് വേണ്ട, എക്സ്ട്രാ കോസ്റ്റ് കൊടുത്ത് നിങ്ങൾ രജിസ്റ്റർ ചെയ്യേണ്ട കാര്യമില്ല എന്നുള്ള കാര്യം ഇവരുടെ ഭാഗത്തുനിന്ന് വരുന്നില്ല. അപ്പൊ പിന്നെ ഞാൻ ഇനി വഹിച്ചുകൊണ്ടിരുന്ന അടവുകൾ 3 കയ്യിൽ നിന്ന് പോയി. ഒരു അടവ് വരുന്ന 88,000 രൂപയാണ്. 3 അടവ് കയ്യിൽ നിന്ന് പോയി. അപ്പൊ പിന്നെ ഇനിയും ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ഇതും പ്രതീക്ഷിച്ച് നിൽക്കുന്ന ഇതിന്റെ ജോലിക്കാരും കൂടി ഉണ്ട്. അപ്പൊ അവരെയും വഴിയാധാരാക്കുന്ന അവസ്ഥയാ വരിക. ശരിക്കും ഇപ്പോ കളറിന്റെ സെറ്റ് ആയിട്ടില്ല ഇപ്പോഴും? ഒരിക്കലും ആയിട്ടില്ല. കളർ അടിക്കാൻ പറ്റും എന്നുള്ളത് ഒരാൾ പറയട്ടെ, ഇത് ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് കളർ അടിച്ച് രജിസ്റ്റർ ചെയ്യാമല്ലോ എന്ന് പറഞ്ഞു തരട്ടെ. നാളെ രാവിലെ ഈ വണ്ടി രജിസ്റ്റർ ചെയ്യും ഞാൻ കളർ അടിച്ചിട്ട്. നാളെ രാവിലെ കളർ അടിക്കാൻ ഞാൻ തയ്യാറാ. അങ്ങനെ ഒരു നിയമത്തിൽ അവർ പറയട്ടെ, ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് കോൺട്രാക്ട് കാരേജ് രജിസ്റ്റർ ചെയ്യാം. ഓൾ ഇന്ത്യ പെർമിറ്റ്, കളർ അടിക്കാം, പുള്ളിയും വരയ്ക്കാം, ആനയുടെ ചിത്രവും വരയ്ക്കാം, എല്ലാം വരയ്ക്കാം, മനുഷ്യന്റെ ചിത്രവും വരയ്ക്കാം, എന്റെ ഫോട്ടോ വരയ്ക്കാം, ആരും ചോദിക്കില്ല. അപ്പോൾ അത് ഓൾ ഇന്ത്യ പെർമിറ്റ്. കോൺട്രാക്ട് കാരേജ് ഇന്നും വൈറ്റ് കളറാണ് അതിന്റെ തലയിൽ എഴുത്ത്. ഈ വണ്ടിക്ക് ടാക്സ് വരുന്നത് 38,700 റുപ്യ 3 മാസത്തിന് ടാക്സ് അടയ്ക്കുന്നുണ്ട് കോൺട്രാക്ട് കാരേജിൽ. ഇത് തന്നെ ഓൾ ഇന്ത്യ ആക്കി മാറ്റുകയാണെന്നുണ്ടെങ്കിൽ 3 ഇരട്ടിയാണ്. മദർ ടാക്സ് 37,800 അടയ്ക്കണം. അത് കൂടാണ്ട് 90,000 റുപ്യ അടയ്ക്കണം. അത് കൃത്യമായിട്ട് എനിക്ക് അറിയില്ല കേട്ടോ, കാരണം അത് അത് ഓൾ ഇന്ത്യ പെർമിറ്റ്, അത് IITPക്ക്. ഇത് നിലവിൽ കോൺട്രാക്ട് കാരേജിന് മാത്രം 38,700 അടയ്ക്കുന്നുണ്ട്. ഇങ്ങനെ ഒരു വർഷത്തിൽ ഇൻറ്റു 4 ക്വാർട്ടർ അടയ്ക്കുന്നുണ്ട്. ഇത് ഈ വണ്ടി 49 സീറ്റ് വണ്ടി 44,100 രൂപ അടയ്ക്കുന്നുണ്ട്. 49 സീറ്റുള്ള ലൈലൻഡ് പ്രകാശ് കോൺട്രാക്ട് കാരേജ് വാഹനം 44,100 രൂപ 3 മാസത്തിന് അടയ്ക്കുന്നുണ്ട്. ഇതിൻ്റെ പുറമെ ക്ഷേമനിധി വേറെ. അപ്പോൾ ഇത്രയും വരുമാനമുള്ള ഒരു ഫീൽഡ് ഗവൺമെന്റ് ശരിക്കും പറഞ്ഞാൽ നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. വേറെ രാജ്യങ്ങളിലേക്ക് ഒന്ന് പോയി കാണണം, വണ്ടിയൊക്കെ എന്ത് കളറായിട്ടാണ് നടക്കണമെന്നുള്ളത്. വണ്ടികളുടെയൊക്കെ ചന്തം കാണണ്ടേ? നമ്മുടെ നാട്ടിലത്തെ വണ്ടി പുറത്തു പോയി കഴിഞ്ഞാൽ ഒരു മനുഷ്യൻ നോക്കില്ല. ഇതെന്താ നോക്കാനുള്ളത്? വെള്ള. ബാക്കിയുള്ള വണ്ടികൾ കളർ കണ്ട ഭൂമിയിൽ ഇങ്ങനെ കളർ ഉണ്ടോയെന്നാണ് നമ്മൾ അതിശയിച്ചു പോവുക.
നമ്മുടെ നാട്ടിലെ വ്യവസ്ഥ ഈ ഫീൽഡിനോട് ചെയ്യുന്ന ഏറ്റവും വലിയ ക്രൂരതയാണ്. അതായത് 10 പൈസ മുതൽ മുടക്കില്ലാണ്ട ഗവൺമെൻറ്റിന് നല്ലൊരു പശുവിനെ കറക്കും പോലെ കറന്നുകൊണ്ടിരിക്കുന്ന മുതലത് എല്ലാ 3 മാസം കൂടുമ്പോൾ ടാക്സ് ഒന്നും അറിയണ്ട. അതേപോലെ ഇതിൻ്റെ പാർട്സുകൾ എന്ത് സാധനം മേടിച്ചാലും അതിൻ്റെ ഒരു GST. അപ്പോൾ നല്ല വണ്ടികളാണെങ്കിൽ ജനങ്ങൾ ഒരു ടൂർ പോകുന്ന ആൾ 2 ടൂർ പോകാൻ സാധ്യതയുണ്ട്. ഞാൻ എല്ലാവരും ഇത് പറയല്ല, നല്ല ടൂറുകൾ പോണപ്പോൾ ഒരാൾ ഹൈദരാബാദ് പോയി വന്നു, അടുത്തൊരു പ്ലാനിങ് ആണ്. കാരണം അവിടെ പോയപ്പോൾ ജനങ്ങൾ വണ്ടികളെ നന്നായി നോക്കുന്നു, ജനങ്ങൾക്ക് ഈ പോകുന്ന ആൾക്കാർക്ക് അവിടെയുള്ള സ്ഥലങ്ങളെ കണ്ടുവന്നു. അടുത്ത സ്ഥലം വെള്ള കളറിലായാലും സ്ഥലങ്ങളൊക്കെ പോവുകയും കാണുന്നതിനൊന്നും കുഴപ്പമില്ല. വണ്ടിയുടെ ലുക്ക് പോയി, വെള്ള കളറാകുമ്പോൾ ആ ഒരു ഇതേ മാറി. അപ്പൊ പക്ഷെ ചില ആൾക്കാർക്ക് വെള്ള കളർ ആക്കണം എന്നും പറയണവരുണ്ടല്ലോ, നമ്മുടെ ആക്കണ്ട എന്ന് പറയുന്നവരുണ്ട്. വെള്ള കളർ അല്ലാതെ കളറാക്കരുത്. ഈ കളറാക്കരുത് എന്ന് പറയുന്ന ആൾക്കാർ ഈ കളറ് എന്ന് പറയുമ്പം സിംഗിൾ കളറാക്കി കൊടുക്കുന്നതിൽ യാതൊരു തെറ്റുമില്ല. ഇതിപ്പോ നീല കളറോ മഞ്ഞ കളറോ ആക്കാം, തെറ്റില്ല. ഇതിൽ സിനിമാ നടന്റെ ചിത്രം വരച്ച് വരുന്നില്ലേ, അതുപോലെ ഈ ഡ്രാക്കോളയുടെ ഒക്കെ ചിത്രം വരച്ച് അതിനോട് ഞാനും എതിരാണ്. അതൊന്നും അനുവദിക്കരുത്. അതുപോലെ ആഡംബര ലൈറ്റുകൾ, ഒരുപാട് ലൈറ്റ്. ഒരു ഹൃദയത്തിന് ചെറിയൊരു അസുഖമുള്ള ഒരു മനുഷ്യനാണ് യാത്ര ചെയ്യുന്നത്, വലിയൊരു വോളിയം വെച്ചിട്ടുള്ള സബ്ബൊക്കെ വെച്ചിട്ടുള്ള ഒരു വാഹനത്തിനകത്ത് അകത്തിരിക്കുകയാണെങ്കിൽ അയാൾ ഇറങ്ങിപ്പോകുമ്പോൾ ആൾ മാത്രം ഇറങ്ങില്ല. കാരണം സബിൻ്റെ എഫക്റ്റ് അടിച്ച് ചിലപ്പോൾ ആളുടെ ഹൃദയം ഔട്ടായിട്ടുണ്ടാവും. അത് അനുവദിക്കരുത്. ശബ്ദം ഓവറായിട്ടുള്ളത് അനുവദിക്കരുത്. ലൈറ്റ് അതീവമായിട്ടുള്ളത് അനുവദിക്കരുത്. ഇപ്പോൾ ഞാൻ വണ്ടികളിലൊക്കെ കണ്ടുവരുന്ന വേറൊരു മെയിനായിട്ടുള്ളൊരു വിഷയമുണ്ട്, ഈ വോക്കൽ വെക്കുന്നത്. വോക്കൽ എന്നുള്ള സംഭവം വളരെ മോശമായിട്ടുള്ളൊരു കാര്യമാണ്. കാരണം ഒരു വണ്ടി ഇങ്ങനെ റോട്ടിൽ ഓടിക്കൊണ്ടിരിക്കണു, പെട്ടെന്ന് ഒരു വലിയൊരു വോളിയത്തിൽ ഒരു ബസ് ഇങ്ങനെ പാസ് ചെയ്ത് പോവുകയാണ്. ഒരുപാട് ജനങ്ങളുടെ ശ്രദ്ധ തിരിയും. ഒരു ബൈക്കുകാരൻ്റെ ശ്രദ്ധ തിരിയാം, ഓട്ടോറിക്ഷ ഓടിക്കുന്നവൻ്റെ ശ്രദ്ധ തിരിയാം, കാർ യാത്രക്കാരൻ ഗ്ലാസ് കയറ്റിയിട്ടല്ല ഓടിക്കണമെന്നുണ്ടെങ്കിൽ അവൻ്റെ ശ്രദ്ധ തിരിയാം. കാരണം ഭയങ്കരമായ ശബ്ദമാണ്. ഒരിക്കലും അത് അംഗീകരിക്കരുത്. അതിനൊക്കെ ഞാൻ എതിരാണ്. പക്ഷെ കളറാക്കുന്നതിൽ ഗവൺമെൻറ് പറയുന്ന രീതി ശരിയല്ല എന്നേ ഞാൻ പറയുള്ളൂ. അല്ലാതെ കോൺഗ്രസ് പോകുന്നതിന് ശേഷം അപ്പോൾ മാറ്റം ഇവർ പറയുന്നു കളറാക്കാം, നിബന്ധനകൾ ഉണ്ട് എന്ന് പറയുന്നുണ്ട്. നിബന്ധനകൾ എന്താന്ന് വ്യക്താക്കാമോ? ഞാൻ പറയണു, അവർ പറയുന്ന നിബന്ധന കളറാക്കിക്കോളാൻ പറയുന്നത് പ്ലെയിൻ കളർ ആക്കിക്കോളൂ, അല്ലെങ്കിൽ അതിൽ ഡിസൈൻ വരച്ചോളൂ. ഈ ഡിസൈൻ വരച്ചോളൂ എന്ന് പറഞ്ഞിട്ട് രജിസ്ട്രേഷന് പോകാൻ പറ്റുമോ? പറ്റുവാണെന്നുണ്ടെങ്കിൽ ഞാൻ ഈ നിൽക്കുന്ന വണ്ടി 10 ദിവസത്തിനുള്ളിൽ കളറാക്കിയിട്ട് ഞാൻ തരാം. RTOൻ്റെ അടുത്ത് ഞാൻ ഈ കളർ RCയിൽ എനിക്ക് കയറ്റണം എന്ന് പറഞ്ഞാൽ അവിടെ പോകുമ്പോൾ കുഴപ്പമില്ല, ഞങ്ങൾ മാറ്റി തരാമെന്ന് അവർ പറയുമോ? ഒരിക്കലും ഇല്ല സാർ, ഒരിക്കലും ചെയ്യില്ല. മന്ത്രിമാർക്ക് ഏറ്റവും കൂടുതൽ മന്ത്രിമാരുടെ അടുത്തോ അല്ലെങ്കിൽ അനുബന്ധമായിട്ടുള്ള ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ആൾക്കാരുടെ അടുത്ത് എനിക്ക് പറയാനുള്ളത്, വ്യക്തിപരമായ ഒരു കാര്യം പറയാനുള്ളത്, പറ്റുമെങ്കിൽ പ്ലെയിൻ കളറാക്കി കൊടുക്കുക. ഒരിക്കലും നിങ്ങൾ ആർട്ട് വർക്ക് ചെയ്യാൻ വേണ്ടി അംഗീകാരം കൊടുക്കരുത്. ആർട്ട് വർക്ക് ഒരിക്കലും ചെയ്യാൻ വേണ്ടി കൊടുക്കരുത്. കളർ നീല കളറായിക്കോട്ടെ, പച്ച കളറായിക്കോട്ടെ, മഞ്ഞ കളറായിക്കോട്ടെ, എന്തായാലും അതിലെന്താ സംഭവിക്കാൻ പോകണം? ഈ ഒരു കളർ വണ്ടി പോയി ഒരു മുമ്പിൽ പാസ് ചെയ്ത് പോകണോ, അല്ലെങ്കിൽ പിന്നിൽ ഓവർടേക്ക് ചെയ്ത് വരണോ, അല്ലെങ്കിൽ പിന്നാലെ വരണോ, ഏത് വാഹനം ഓടിക്കുന്ന ആൾക്കാർ ശ്രദ്ധ തിരിയുക? ആർക്കും തിരിയില്ല. അപ്പോൾ ഇത് വെള്ള കളർ മാറ്റണം എന്നുള്ളത് എൻ്റെ ഒരു വ്യക്തിപരമായ ഒരു അഭിപ്രായം. വെള്ള എന്നുള്ളത് മാറ്റുക. കാരണം ഒന്നാമത്തെ ഇത്രയും വലിയൊരു ഭീമമായ തുക മുടക്കുന്ന ഒരു വാഹനത്തിൻ്റെ ഉടമയ്ക്ക് ഒരു ചെറിയൊരു കൺസെഷൻ, അയാളുടെ വാഹനം ഒന്ന് കളറാക്കുന്നതിൽ യാതൊരു തെറ്റുമില്ല. എന്തായാലും ആവട്ടെ. അതെ, ഒരുപാട് സന്തോഷം ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു തന്നതിൽ. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ കുറെ ഗവൺമെന്റ് ശ്രദ്ധിക്കട്ടെ. എന്തായാലും ഈ വീഡിയോ വരുമ്പോൾ മറ്റുള്ളവർക്കും കൂടുതൽ ഗുണാവും, മറ്റുള്ള ആൾക്കാർക്ക്. അതായത് നമ്മൾ കുറെ ആൾക്കാർക്ക് ഇത് ഇഷ്ടം തന്നെയാണല്ലേ കളറായിട്ട് ആവണം. ഇതിൽ ആർട്ട് വർക്കേ ഞാൻ എതിരുള്ളൂ. ഞാൻ പറയുന്നത് വോക്കലൊക്കെ വെച്ചിട്ടുള്ള ഒരിക്കലും വോക്കൽ അംഗീകരിക്കരുത്. കാരണം ഒരു വണ്ടിയുടെ പിന്നില്, ഒരു ബൈക്കുകാരന്റെ പിന്നില് ഇത്രയും വലിയൊരു സൗണ്ട് പെട്ടെന്ന് ഇങ്ങോട്ട് കേട്ട് കഴിഞ്ഞാൽ ഞാനാണെങ്കിൽ കൈ വിറയ്ക്കും. വീഴുന്നത് അതേ വണ്ടർ അടിയിലാണ്. ഈ വോക്കൽ വെച്ച വണ്ടർ അടിയിലാണ് വീഴുന്നത്. പിന്നെ എന്താ ബാക്കി ഉണ്ടാവുക? ബാക്കി ഉണ്ടാവാനൊന്നുമില്ല. ആ വാഹനത്തിന്റെ ഉടമ ചിലപ്പോൾ തൽക്കാലം രക്ഷപ്പെട്ടു പോകും. ഇൻഷുറൻസിന്റെ സഹായം, ഡ്രൈവർക്ക് ലൈസൻസ് ഉണ്ട്. ആ മുമ്പിൽ പോയ വാഹനത്തിന്റെ വാഹനം പെട്ടെന്ന് ബ്രേക്ക് ചെയ്ത് വീണു എന്തെങ്കിലുമൊക്കെ അവൻ രക്ഷപ്പെടും. ഈ ഇല്ലാണ്ടായി പോയ കുടുംബത്തിന് ആരാണ് ഇതിന് പ്രതിവിധി? ഒരുപാട് ആക്സിഡന്റ്സ് കൂടി വരുന്നുണ്ട്. ഈ വോക്കല് എല്ലാ വാഹനത്തിലും ഉണ്ട്. ഒരുപാട്, അതായത് കേരളത്തിൽ ഓടുന്നതിൽ 85% വാഹനത്തിൽ വോക്കൽ എന്ന് പറഞ്ഞ സംവിധാനമുണ്ട്. ഒരു വണ്ടിക്ക് വോക്കൽ സെറ്റ് ചെയ്യാൻ 5 ലക്ഷം ടു 12 ലക്ഷം രൂപ വരെ ചെലവാക്കുന്ന വാഹനങ്ങളുണ്ട്.
ഒരിക്കലും അംഗീകരിക്കരുത്. അവരൊക്കെ പെർമിറ്റ് റദ്ദാക്കുക, വണ്ടി ഒരു വർഷത്തേക്ക് ഏറ്റവും ചുരുങ്ങിയത് പെർമിറ്റ് സസ്പെൻഡ് ചെയ്തിടുക, പെർമിറ്റ് സസ്പെൻഷൻ ചെയ്തിടുക, വണ്ടി ഓടണ്ട, ഒരു കൊല്ലത്തേക്ക് മിനിമം കയറ്റിയിടുക. അങ്ങനെ ഒരു സംഭവമേ വേണ്ട എന്നുള്ള രൂപത്തിൽ ആ ഒരു വണ്ടിക്ക് ഒരു കൊല്ലം കയറ്റിയിട്ട് കഴിഞ്ഞാൽ 2 വണ്ടിക്ക് ചെയ്താൽ മതി. കേരളത്തിലെ എല്ലാ വണ്ടിയും വോക്കലായിരിക്കും. ഇത് എനിക്ക് തോന്നുന്നത് അസോസിയേഷനൊക്കെ ഒരുമിച്ച് നിന്നിട്ട് അസോസിയേഷൻ ഒരുമിച്ച് നിൽക്കുന്നുണ്ട്. പക്ഷേ ഈ വോക്കൽ എന്നുള്ള സംവിധാനം ഈ അസോസിയേഷനിൽ പെട്ട എല്ലാ വണ്ടിക്കാരിലും ഉണ്ട്. എൻ്റെ വണ്ടികളിൽ ചെക്ക് ചെയ്തോളൂ കേട്ടോ. എൻ്റെ വണ്ടി കിഷോറിന് കാണുന്ന വണ്ടിയിൽ വോക്കൽ ഇല്ല കേട്ടോ സാറേ. ഞാൻ വെറുതെ പറയല്ല, ഞാൻ വോക്കലിന് തീരെ ശരിക്കും അത് ഈ പുറത്തൊക്കെ ഇട്ടിട്ട് വെക്കുമ്പോൾ കുറെ ആൾക്കാർക്ക് ബുദ്ധിമുട്ടും ഉണ്ടാവുന്നുണ്ട്. ഒരുപാട് ഒരു സ്ഥലത്ത് ഇപ്പൊ ഗ്രൗണ്ടിലൊക്കെ വെച്ചിട്ട് വെക്കുകയാണെങ്കിൽ കുഴപ്പമില്ല, അല്ലെങ്കിൽ ഒരു ഹോട്ടലിലോ ഒരു അവരുടെ പ്രൈവറ്റ് പ്ലേസിൽ ചെയ്യുന്നതുകൊണ്ട് വലിയ സീനിൽ പോകണു അല്ലേ? അങ്ങനെ ചെയ്യുന്നോണ്ട് വണ്ടി ഓടിക്കൊണ്ടിരിക്കുമ്പോഴേ റോഡിൽ ബുദ്ധിമുട്ടില്ല അതിന്. പകരം ഇത് ചെയ്യുന്നത് മുഴുവനും 10 ആള് ശ്രദ്ധിക്കണം. ഒരു വണ്ടി വരുമ്പോ എന്താ വരുന്നത് ഇങ്ങനെ തിരിഞ്ഞു നോക്കണം. അതിനൊരു മാർഗ്ഗമാണ്. ഇപ്പൊ മന്ത്രിമാര് വരുന്നു, അവിടെ പോലീസ് എസ്കോർട്ടോട് കൂടി ഒരു 4 വണ്ടി വരികയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കും. എന്ന പോലെ ഒരു വലിയൊരു ഒരു സൗണ്ടും എല്ലാം കൂടി വെച്ച് വരുമ്പോഴല്ലേ ആ വണ്ടീനെ നമ്മൾ ശ്രദ്ധിക്കുള്ളൂ. അത് ഈ പിള്ളേർക്ക് മാത്രമേ ഉള്ളൂ. ഒരു 40 വയസ്സിന് മുകളിലുള്ള ആൾക്കാർക്ക് ഈ വോക്കലും കാര്യമൊന്നും ആരും ശ്രദ്ധിക്കില്ല. മറ്റേത് ഈ കോളേജ് പിള്ളേരും സ്കൂളിൽ പഠിക്കുന്ന പിള്ളേരും ഒരു ഹരത്തിന് വേണ്ടിയിട്ടാണ്. നമ്മുടെ വണ്ടിക്ക് സ്കൂൾ ഓട്ടം, കോളേജ് ഓട്ടം, പാക്കേജ് ഞാൻ പാക്കേജ് ഓടുന്ന ആളാണ്. സ്കൂൾ ഓട്ടങ്ങളും കോളേജ് ഓട്ടങ്ങളും എല്ലാം ഓടുന്ന ആളാണ്. ഞാൻ ഈ വോക്കലിനോട് തീരെ താല്പര്യമില്ലാത്ത ആളാണ്. എൻ്റെ വണ്ടിയിലൊന്നും വോക്കലില്ല. സൗണ്ടും കാര്യങ്ങളും സെറ്റും ലൈറ്റും ഒക്കെ ഉണ്ടോയെന്ന് ചോദിച്ചത് എല്ലാം എൻ്റെ വണ്ടിയിലുണ്ട്. വളരെ മാന്യമായിട്ട് ഒരാൾക്ക് ബുദ്ധിമുട്ടുണ്ടാവില്ല. അതുപോലെ ഒരുപാട് വലിയ കോളേജ് പിള്ളേരൊക്കെ വന്നിട്ട് ആ ലൈറ്റ് കറങ്ങണത്, തിരിയണത്, മറയണത് അങ്ങനെയൊക്കെ പറഞ്ഞു തന്നാൽ ഞാൻ പറഞ്ഞു ഞാൻ ആദ്യം RTOയിൽ പോവുക, ഇതിനൊക്കെ അപ്രൂവൽ മേടിച്ചിട്ട് വരിക, വണ്ടിയിൽ ഫിറ്റ് ചെയ്തോളെന്ന് പറഞ്ഞ് എഴുതി മേടിച്ചിട്ട് വരികയാണെങ്കിൽ ഞാൻ തരാമെന്ന് പറഞ്ഞു. അത്ര വലിയ ഭീമമായ രൂപത്തിലുള്ള വലിയ തുക മുടക്കണ സെറ്റുകളും ഞാൻ ചെയ്യാറില്ല. ഒരു മനുഷ്യന് യാത്ര ചെയ്യുമ്പോൾ ഒരു രസത്തിന് വേണ്ടിയിട്ടുള്ള ചെറിയ ലൈറ്റ്, ചെറിയൊരു പാട്ട് കേൾക്കാനുള്ളത്, ഒരു രസകരമായിട്ടുള്ള ഒരു തിയേറ്റർ സിസ്റ്റം പോലുള്ള ഒരു സൗണ്ട് ആയിരിക്കണം, കേൾക്കാൻ രസമായിട്ടുള്ളത്. ഇപ്പൊ ഞാൻ മൊബൈലിൽ പാട്ട് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഭംഗി ഉണ്ടാവില്ല കേൾക്കാൻ, എന്ന പോലെയുള്ളതല്ല, കേൾക്കാൻ രസമുള്ള നല്ല സെറ്റ്, അത്രേ നമ്മൾ ചെയ്യുള്ളൂ. അപ്പൊ എന്തായാലും താങ്ക് യു സർ, താങ്ക് യു സോ മച്ച് ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു തന്നതിൽ.